ഇന്നിവിടെ സെലിബ്രേഷൻ. ധ്വനിമോള് എന്ത് പറഞ്ഞാലും അത് ഞാൻ വാങ്ങിച്ച് തരും. ഓക്കെ? മോൾക്ക് എഴുതാനുള്ള കഥ ആരാ പറഞ്ഞെന്നേ? അതിത്ര ചോദിക്കാനുണ്ടോ? ഞാൻ പറഞ്ഞെടുത്ത കഥയായിരിക്കും ധ്വനിമോൾ എഴുതിയത്, അല്ലേ മോളെ? നന്നായിരുന്നേനെ. അങ്ങനെ ആയിരുന്നെങ്കിൽ അവൾ ആ സ്റ്റേജിൽ പോലും കേറ്റൂലായിരുന്നു. ആ പരിപാടി പോലും പങ്കെടുപ്പിക്കാതെ അവൾ അവിടുന്ന് പറഞ്ഞു വിട്ടേനെ. ആര് പറഞ്ഞു കൊടുത്ത കഥയാണെങ്കിലും എഴുതിയത് ധ്വനിമോള് തന്നെയല്ലേ? ആ അതാണ്. അപ്പൊ മുഴുവൻ ക്രെഡിറ്റും ധ്വനിമോൾക്ക് മാത്രമുള്ളതാ. അത് കഥ ഏതാന്നറിയാൻ വേണ്ടി ചോദിച്ചതാ. ഓ, അപ്പൊ അമ്മ പറഞ്ഞു തന്ന കഥ എഴുതിയതല്ലേ? ചേച്ചി, ധ്വനിമോൾ എഴുതിയ കഥ ഞാൻ സ്കൂളിൽ വെച്ച് വായിച്ചിരുന്നു. നല്ല കഥയായിരുന്നു. ആ കഥ വായിച്ചപ്പോ അത് നടന്ന സംഭവങ്ങളെ വേറൊരു ആംഗിളിൽ പറഞ്ഞ പോലെ തോന്നി. ദുർഗ പറഞ്ഞത് ശരിയാ. ഞാൻ കഥ മോൾക്ക് പറഞ്ഞു കൊടുത്തത് നടന്ന സംഭവങ്ങളെ ബേസ് ചെയ്ത് തന്നെ. ആ കഥയിൽ വരുന്ന രണ്ട് നല്ല ശക്തികളിൽ ഒന്ന് എന്റെ അച്ഛൻ തന്നെയാ. സമൂഹത്തിലെ അനീതിക്കെതിരെ സ്വന്തം പേന കൊണ്ട് പടപൊരുതിയ ഒരു ജേർണലിസ്റ്റ്. രണ്ടാമത്തെ നല്ല ശക്തി ഒരു ലേഡി പോലീസ് ഓഫീസർ. ആ കഥയിൽ തിന്മയുടെ പ്രതീകമായി വരുന്നത് മറ്റാരുമല്ല, മയക്കുമരുന്നും ഹ്യൂമൻ ട്രാഫിക്കിങ്ങും മണി ലോണ്ടറിങ്ങും തുടങ്ങി എല്ലാ ഇല്ലീഗൽ ആക്ടിവിറ്റീസിന്റെയും തലവനായി നിൽക്കുന്ന ക്രിമിനലുകളിൽ വെച്ച് ഏറ്റവും ക്രിമിനൽ ആയിട്ടുള്ള ഒരാളാണ്. അയാൾ ആരാണെന്നോ എന്താണെന്നോ ഇന്നും ആർക്കും അറിയില്ല. എല്ലാരും അയാളെ വിളിക്കുന്നത് മേനോൻ എന്നാണ്. എന്റെ അച്ഛനും ആ വനിതാ പോലീസ് ഓഫീസറും ചേർന്ന് അയാളെ പിടിക്കാൻ ഒരുപാട് ശ്രമിച്ചതാ, പക്ഷെ സാധിച്ചില്ല. എന്താ മോളെ നീ പറയുന്നത്? മേനോനെ പറ്റിയുള്ള കഥയാണോ നീ മോളെ കൊണ്ട് എഴുതിപ്പിച്ചത്? ആരെങ്കിലും അറിഞ്ഞാ അതൊക്കെ ഒരു ഇഷ്യൂ ആവില്ലേ?